ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്നായിരുന്നു എന്ന് മാത്രമല്ല ആധുനിക യുദ്ധ സാങ്കേതിക വിദ്യ വളരെ ഉപയോഗിച്ച ഒരു യുദ്ധം കൂടിയായിരുന്നു അത്. രണ്ട് ആണവ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം, ഏറ്റവും അത്യാധുനികമായ ഡ്രോണുകളും മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളും ഒക്കെ അവിടെ ഉപയോഗിക്കപ്പെട്ടു. ആ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചപ്പോഴും സത്യത്തിൽ ഇന്ത്യ മീഡിയ വാർഫെയർ അഥവാ ഇൻഫർമേഷൻ വാർഫെയറിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നേരിട്ട അതേ വെല്ലുവിളികൾ, അതേ തിരിച്ചടികൾ ഇന്ന് അമേരിക്ക നേരിടുന്നു എന്നതാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. ഇതൊരു പക്ഷേ ഒരു കാവ്യനീതി എന്നൊക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ സൈനികമായി മേൽക്കൈ നേടിയെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കിടയിൽ പാകിസ്ഥാന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കപ്പെട്ടു. ഇതിന്റെ പ്രധാന കാരണം ചൈന എന്ന് പറയുന്ന ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തി ഇന്ത്യക്കെതിരായിരുന്നു. അതോടൊപ്പം തന്നെ ഇസ്ലാമിക ലോകം ഒന്നടങ്കം, ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിലെ അംഗം കൂടിയായിട്ടുള്ള പാകിസ്ഥാന് പിന്തുണ നൽകുന്നതാണ് കണ്ടത്. പ്രത്യേകിച്ച് ഇസ്ലാമിക ലോകത്തെ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചു. ഇവർക്കൊപ്പം ചൈന കൂടി ചേർന്നപ്പോൾ അത് വളരെ ശക്തമായി പ്രതിഫലിച്ചു. അതേ സമയത്ത് തന്നെ ഇന്ത്യ വിരുദ്ധ ശക്തികൾ, ഇപ്പൊ യൂറോപ്പിലടക്കമുള്ള BBC പോലുള്ള മാധ്യമങ്ങളും ഇന്ത്യ വിരുദ്ധ മാധ്യമങ്ങളും ഈ സമയത്ത് പാകിസ്ഥാൻ അനുകൂലമായി തന്നെ നിലപാടെടുത്തു. മാത്രമല്ല അമേരിക്കൻ മാധ്യമങ്ങളും ഇന്ത്യക്കെതിരായ ഒരു നിലപാടെടുത്തു. കാരണം ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നത് റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങളും ഫ്രഞ്ച് യുദ്ധവിമാനങ്ങളുമായിരുന്നു. അമേരിക്കയുടെ F-21 എന്ന് പറഞ്ഞ അവർ ഓഫർ ചെയ്ത വിമാനവും F-35 ഒക്കെ നിഷേധിച്ച ഇന്ത്യയോട് ഒരു കാരുണ്യവും ഈ മാധ്യമങ്ങൾ കാണിച്ചില്ല. അങ്ങനെ ലോകത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ഇന്ത്യക്കെതിരായിട്ട് വാർത്തകൾ കൊടുക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തു. പാകിസ്ഥാന്റെ ക്ലെയിംസ് എല്ലാം തന്നെ അത് വസ്തുതാപരമാണോ എന്ന് പോലും ചിന്തിക്കാതെ, അന്വേഷിക്കാതെ ശരിയാണ് എന്ന തരത്തിലാണ് വാർത്തകൾ കൊടുത്തത്. പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അവരുടെ ഒരു വാർത്താ മാധ്യമം ഒരു ലേഖനമോ മറ്റോ എഴുതി കഴിഞ്ഞാൽ, ഒരു പ്രതികരണം നടത്തി കഴിഞ്ഞാൽ അത് സത്യമെന്ന് പറഞ്ഞ് ഇതിന്റെ വസ്തുത അന്വേഷിക്കാതെ മാധ്യമങ്ങൾ അതേപടി കൊടുക്കുന്നത് വളരെ നിരാശയോടെ സത്യത്തിൽ കണ്ടിരുന്നത് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് അന്ന് പ്രവർത്തിച്ചു. അമേരിക്കൻ, ചൈനീസ്, ഇസ്ലാമിക രാജ്യങ്ങളുടെ മാധ്യമങ്ങൾ ഒന്നിച്ച് ഒറ്റ ബ്ലോക്ക് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് കണ്ടത്. ഇന്ത്യയെ കടന്നാക്രമണം നടത്തുന്ന രാജ്യമായും പാകിസ്ഥാനെ ഇരയായും ചിത്രീകരിക്കാൻ അവർ ശ്രമിച്ചു. സൈനിക വിജയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഇന്ത്യൻ മാധ്യമ സ്ഥാപനങ്ങൾ അന്ന് വേണ്ടത്ര ആധുനികമോ വേഗതയുള്ളതോ ആയിരുന്നില്ല എന്ന് മാത്രമല്ല, ഇമ്മച്ചുർ ആയിട്ട് പെരുമാറിയത് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ നരേറ്റീവ് കൂടുതൽ പ്രചരിക്കുന്നതിന് കാരണമായി. എന്തിനേറെ പറയുന്നു, ആ നരേറ്റീവ് ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ പോലും അതിന്റെ ഭാഗമായി മാറി എന്നത് ഖേദത്തോടെ പറയട്ടെ. അങ്ങനെ വ്യാജ വിവരങ്ങൾ ലോകമെമ്പാടും പ്രചരിക്കാൻ തുടങ്ങി. സത്യം ലോകത്തെ തേടി എത്തുമ്പോഴേക്കും വ്യാജ പ്രചാരണം ലോകമൊട്ടാകെ വ്യാപിച്ചിരുന്നു എന്നത് കാണാം. പിന്നീട് ഇന്ത്യക്ക് അത് വലിയ നാണക്കേടും ഉണ്ടാക്കി. ഇന്ത്യ വിജയിച്ച ഒരു യുദ്ധത്തിൽ പാകിസ്ഥാൻ വിജയം അവകാശപ്പെടുക, ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ 5ഉം 6ഉം 7ഉം ഒക്കെ തകർക്കപ്പെട്ടു എന്ന് പറയുക, ഒരെണ്ണം തകർന്നതിന്റെ പോലും തെളിവില്ലാതെയാണ് ഈ പറഞ്ഞത് എന്നൊക്കെ പ്രത്യേകം നമ്മൾ ഓർക്കണം. അപ്പൊ ഇന്ത്യ യുദ്ധത്തിൽ ജയിച്ചു, പക്ഷേ ഇൻഫർമേഷൻ വാർഫെയറിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് നമുക്ക് സമ്മതിക്കാതെ തരമില്ല. ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു അവസ്ഥയും അതുപോലെ തന്നെയാണ്. അതായത് അമേരിക്കയുടെ 3 വിമാനങ്ങൾ, F-15E എന്ന് പറയുന്ന മോസ്റ്റ് അഡ്വാൻസ്ഡ് എന്ന് പറയാവുന്ന 3 വിമാനങ്ങൾ തകരുന്നു. ഇറാൻ അതിന് തൊട്ടു പിന്നാലെ തന്നെ അത് തങ്ങളാണ് തകർത്തത് എന്ന അവകാശവാദവുമായിട്ട് വരുന്നു. ഇതേപോലെ തന്നെ ചൈനീസ് മാധ്യമങ്ങൾ, ഇസ്ലാമിക ലോകത്തെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അമേരിക്കയ്ക്കും ഇസ്രയേലിനും തിരിച്ചടി ഉണ്ടായി എന്ന തരത്തിൽ ഇറാന്റെ വാദത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ വാർത്ത പ്രചരിപ്പിക്കുന്നു. റഷ്യൻ മാധ്യമങ്ങൾ കൂടി ഇത് ഏറ്റെടുത്തതോടെ അമേരിക്കയ്ക്ക് എന്തോ വലിയ നഷ്ടം സംഭവിച്ചു. അമേരിക്കയുടെ 3 ആധുനിക യുദ്ധവിമാനങ്ങൾ ഇറാൻ തകർത്തു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഒടുവിൽ അമേരിക്കൻ ഗവൺമെന്റിനും സൈന്യത്തിനും നേരിട്ട് വന്ന് വാർത്താ സമ്മേളനം നടത്തിയിട്ട് അങ്ങനെയൊന്നും അല്ല നടന്നത് എന്ന് പലതവണ വിശദീകരിക്കേണ്ട ഒരു ഗതികേട് ഇന്നലെ ഉണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ അനുഭവിച്ചത് എന്താണെന്ന് ഇന്നലെ ട്രംപ് ഭരണകൂടം മനസ്സിലാക്കി കാണും. കാരണം 3 വിമാനങ്ങളാണ് തകർന്നത്. വിമാനം തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ വന്നു, പൈലറ്റ് രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ വന്നു. അപ്പൊ വിമാനം തകർന്നു എന്നതിന് സ്ഥിരീകരണമായി. ഇറാന്റെ ക്ലെയിം കൂടി വന്നതോടെ കാട്ടുതീ പോലെ വാർത്ത അങ്ങ് പടർന്നു. അമേരിക്കയ്ക്ക് വലിയ നാണക്കേടായി. അതായത് ഇൻഫർമേഷൻ വാർഫെയറിൽ ലോകത്തെ ഏറ്റവും വലിയ സോഫ്റ്റ് പവർ എന്ന് അഹങ്കരിച്ചിരുന്ന അമേരിക്ക ആദ്യമായിട്ട് ഒരു പക്ഷേ ഇന്നലെ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ഒടുവിലെ ഇത് കുവൈറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഫ്രണ്ട്ലി ഫയർ ആണ് എന്ന് അമേരിക്കയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. അത്രമാത്രം ഉണ്ടായിരുന്നു അമേരിക്കയ്ക്ക് എതിരായ പ്രചാരണം. അപ്പൊ യുദ്ധങ്ങളിൽ നമ്മൾ ജയിച്ചാൽ മാത്രം പോരാ,
നമ്മുടെ ജയം ലോകത്തെ ബോധ്യപ്പെടുത്തുകയും സത്യം ആദ്യം എത്തിക്കാൻ കഴിയുകയും ചെയ്യണം. വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ നമുക്കൊരു അപ്പർ ഹാൻഡ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജയിക്കുന്ന യുദ്ധങ്ങളിലും ലോകത്ത് പ്രചരിക്കുന്നത് ശത്രു ജയിച്ചു, നമ്മൾ പരാജയപ്പെട്ടു എന്ന രീതിയിലായിരിക്കും. ഇനി ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അമേരിക്ക ഇത് ഒരു ഫ്രണ്ട്ലി ഫയർ ആണെന്ന് സമ്മതിച്ചല്ലോ. 3 വിമാനങ്ങളാണ് തകർന്നു വീണത്. ഇപ്പൊ അമേരിക്കയുടെ വിമാനം ഇറാൻ തകർത്തതെന്ന് പറഞ്ഞാലും നാണക്കേടാണ്, ഫ്രണ്ട്ലി ഫയറിൽ 3 വിമാനം തകർന്നു എന്ന് പറഞ്ഞാലും നാണക്കേടാണ്. കാരണം സ്വന്തം സഖ്യകക്ഷിയുടെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം അബദ്ധം മൂലം തങ്ങളുടെ 3 വിമാനത്തെ തകർത്തിരിക്കുകയാണ്. തകർന്നത് ഏതെങ്കിലും ജാംബവാന്റെ കാലത്തുള്ള വിമാനമല്ല, മറിച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള US സൈന്യം ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വിമാനമാണ്. അമേരിക്കയുടെ അത്യാധുനികമായൊരു വിമാനം തകർക്കപ്പെട്ടു. അത് ശത്രുവായാലും മിത്രമായാലും അത് നാണക്കേട് തന്നെയാണ്. ഒന്നല്ല, 3 വിമാനമാണ് തകർക്കപ്പെട്ടത്. ആ വിമാനത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ഇത് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് സ്വന്തം സഖ്യകക്ഷിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ പിഴവ് വലിയ തിരിച്ചടി തന്നെയാണ്. കുവൈറ്റിന്റെ കൈവശമുള്ളത് അമേരിക്കൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങൾ തന്നെയാണ്. അമേരിക്കയുടെ പാട്രിയറ്റ് എന്ന് പറയുന്ന മിസൈൽ സംവിധാനം അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനമാണ് കുവൈറ്റ് ഉപയോഗിക്കുന്നത്. അമേരിക്കയുടെ F-15 താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ച് പഴയതാണ് ഈ പാട്രിയറ്റ് എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം. ആ സാധനം വെച്ചാണ് അമേരിക്കയുടെ 3 വിമാനങ്ങളെ വീഴ്ത്തിയത്. അപ്പൊ ഇത് അമേരിക്കൻ ആയുധങ്ങൾ ഇത്രയേ ഉള്ളോ എന്നൊരു ചോദ്യം പൊതുവെ ഉയർത്തുന്നതിന് ഒരു കാരണമായിട്ടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവകരവും നാണക്കേടുണ്ടാക്കുന്നതുമായ ഒരു പരാജയമാണിത്. ഇന്ത്യയുടെ തേജസ് വിമാനം എയർ ഷോയ്ക്കിടെ തകർന്നു വീണ സമയത്ത് ലോകത്തെ സകല മാധ്യമങ്ങളും എടുത്തങ്ങ് ആഘോഷിച്ചു. അതിലും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് അമേരിക്കൻ മാധ്യമങ്ങളാണ് എന്നത് പറയാതെ വയ്യ. അതായത് മറ്റുള്ളവർക്കുണ്ടാവുന്ന വീഴ്ചകളെ ആഘോഷിക്കുന്ന ലോകത്തെ പ്രധാന ശക്തികളിൽ ഒന്നായ അമേരിക്കയ്ക്ക് കഴിഞ്ഞ ദിവസം നാണക്കേടിന്റെ ദിവസം തന്നെയായിരുന്നു. F-15E സ്ട്രൈക്ക് ഈഗിൾ എന്ന് പറയുന്ന വിമാനം ഒരേ സമയത്ത് സ്വന്തം പ്രതിരോധ സംവിധാനത്തിൽ തകർക്കപ്പെട്ടു എന്ന് സമ്മതിച്ചാൽ പോലും, അതായത് ഇറാൻ അല്ല, ഞങ്ങളുടെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് അബദ്ധം പറ്റി തകർത്തതാണെന്ന് പറഞ്ഞാൽ പോലും അമേരിക്കയ്ക്ക് ചരിത്രത്തിൽ ഏറ്റവും വലിയ പാളിച്ചയാണ് സംഭവിച്ചത് എന്നത് പറയാതെ വയ്യ. അമേരിക്കൻ വിമാനങ്ങളിലും ഈ പാട്രിയറ്റ് മിസൈൽ സംവിധാനങ്ങളിലും IFF എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ട്. ഈ സംവിധാനം എന്ന് പറയുന്നത് ഇത് സ്വന്തം വിമാനങ്ങളെയും ശത്രു വിമാനങ്ങളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒന്നാണ്. ഈ സംവിധാനം ഉണ്ടായിട്ടും 3 അമേരിക്കയുടെ തന്നെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈ ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനം പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നാണ്. ഇത് അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ വിശ്വാസ്യതയെ ലോകത്തിന് മുന്നിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. പാട്രിയറ്റ് മിസൈലുകൾ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായിട്ട് തന്നെയാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എന്നാൽ അതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേരിയന്റ് അല്ല കുവൈറ്റിന് അമേരിക്ക കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കുറച്ച് പഴയതാണ്. മാത്രമല്ല ഇനിയിപ്പോൾ അത് പുതിയതാണെന്ന് തന്നെ കരുതുക. എന്നാൽ പോലും സ്വന്തം വിമാനങ്ങളെ വെടിവെച്ചിടുകയാണ്. ശത്രുവിന്റെ വിമാനങ്ങളെ തടയുന്നതിന് പകരം സ്വന്തം അത്യാധുനിക പോർ വിമാനങ്ങളെ തന്നെ ലക്ഷ്യം വെച്ചതുകൊണ്ട് ഇതൊരു സാങ്കേതിക പിഴവുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ആണെന്ന് കൂടിയാണ് ലോകത്തിന് മുന്നിൽ വെളിവായത്. പല തരത്തിൽ ഇത് അമേരിക്കയെ ബാധിച്ചു. ഒന്ന്, അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് പോരായ്മയുണ്ട് എന്ന് ലോകം തിരിച്ചറിഞ്ഞു. 2, ആ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് അമേരിക്കയുടെ F-15E എന്ന് പറയുന്ന മോസ്റ്റ് അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റിന് ഇല്ല എന്ന് ലോകം തിരിച്ചറിഞ്ഞു. 3, ഈ സംഭവം കൊണ്ട് അമേരിക്കൻ യുദ്ധവിമാനത്തെ തങ്ങളാണ് തകർത്തത് എന്ന ഇറാന്റെ ക്ലെയിം ലോകം മുഴുവൻ പ്രചരിക്കുന്നതിന് കാരണമായി. അങ്ങനെയും അമേരിക്കയ്ക്ക് നാണക്കേടുണ്ടായി. ചുരുക്കത്തിൽ അമേരിക്കയുടെ സമയം അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. ധനനഷ്ടം, മാനഹാനി എല്ലാം സംഭവിച്ചിരിക്കുകയാണ്. ധനനഷ്ടം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കോടിയുടെ നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ ടെക്നോളജിയുടെ ക്വാളിറ്റിയും ഇവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഉയരുകയാണ്. എന്തായാലും ആകെ മൊത്തം അമേരിക്കയ്ക്ക് നാണക്കേടിന്റെ ഒരു ദിവസമാണ് ഇന്നലെ കടന്നുപോയത്. ഇവിടെ അമേരിക്കയ്ക്ക് 2 കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, മീഡിയ വാർഫെയറിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ വാർഫെയറിൽ ഇന്ത്യയെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഒരു പരിഗണനയും നൽകാതെ അമേരിക്കൻ മാധ്യമങ്ങൾ തലങ്ങും വിലങ്ങും കൊത്തിവലിച്ച് പാകിസ്ഥാന് പിന്തുണ കൊടുത്തു. അതിനുള്ള തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ ക്ലെയിമും അതേ തുടർന്നുണ്ടായ വലിയ പ്രചാരണവും. 2, ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണ സമയത്ത് അതിനെ ആഘോഷമാക്കി. കാരണം അതിന്റെ ദൃശ്യങ്ങൾ ലോകം മുഴുവൻ കണ്ടല്ലോ. എന്നാൽ അമേരിക്കയുടെ തന്നെ ആധുനിക വിമാനം തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം ലോകം കണ്ടു. അപ്പൊ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ടോ സാങ്കേതിക പിഴവ് കൊണ്ടോ ഒക്കെ വിമാനങ്ങൾ തകർന്നു വീഴുന്നതെല്ലാം സ്വാഭാവികമാണെന്നും അത് തേജസിനെന്നല്ല അമേരിക്ക അവകാശപ്പെടുന്ന അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് വിമാനത്തിനും ഏതാണ്ട് ഒരുപോലെയാണെന്നും ലോകവും അമേരിക്കയെ
മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച വരുമ്പോൾ അതിനെ പർവ്വതീകരിച്ച് കാണിക്കുന്ന അമേരിക്കൻ മാധ്യമങ്ങൾക്കും അതുപോലെ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കും ഇന്നലെ മൗനിഭാവാവേണ്ടി വന്നത് അതുകൊണ്ടാണ്. കാരണം അമേരിക്കയുടെ വിമാനം തകർന്നു വീഴുന്നത് ലോകം ലൈവായിട്ട് കണ്ടു. അപ്പൊ അതുകൊണ്ട് ഒരു മെഷീനും അത് 100% നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ്. സാങ്കേതിക പിഴവൊക്കെ എപ്പോഴും വരാം. പക്ഷെ നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ചിട്ട് അമേരിക്കയ്ക്ക് ഒരു വിചാരമുണ്ട്, അമേരിക്കയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. ആ ഒരു വിചാരത്തിനും ആ അഹങ്കാരത്തിനും ഇന്നലെ കനത്ത തിരിച്ചടി അവർക്ക് ഏറ്റിട്ടുണ്ട്. തങ്ങളാണ് ഏറ്റവും വലിയ സോഫ്റ്റ് പവർ, ഞങ്ങളാണ് മീഡിയ വാർഫെയറിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ വാർഫെയറിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നവരെന്ന് കരുതിയിരുന്ന അമേരിക്കയ്ക്ക് ഇന്നലെ മാനക്കേട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. രണ്ട്, ഏറ്റവും വലിയ ടെക്നോളജി, മറ്റേ ഭൂമിയിലെ ഏറ്റവും വലിയ ടെക്നോളജി ഞങ്ങളുടെ കയ്യിലാണെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് ആ ടെക്നോളജി എത്രത്തോളം പരിമിതികൾ ഉള്ളതാണെന്നും ഇന്നലെ ബോധ്യപ്പെട്ട് കാണും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.